welcome to Inspire and Lead. So today's recipe is a special recipe. That is Dhaba style potato in gravy. Now we will start. This Dhaba style potato ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി ചെറിയ ഉരുളക്കിഴങ്ങ് അതായത് വലിയത് എടുക്കില്ല നമ്മൾ കടയിൽ നിന്ന് കുഞ്ഞ് സ്മോൾ റൗണ്ട് പൊട്ടാറ്റോസ് നോക്കി എടുക്കണം അത് നമുക്കൊരു 6-7 എണ്ണം വേണം അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തിട്ട് ഒരു ചെറിയ സ്ലിറ്റ് ഇതുപോലെ ആക്കണം നടുവേ ഒരു ചെറിയ സ്ലിറ്റ് മൊത്തമായിട്ട് മുറിച്ച് കളയൽ ഹാഫ് സ്ലിറ്റ് എന്നിട്ട് നമ്മളൊന്ന് ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കുക അത്രയേ ഉള്ളൂ നല്ലോണം ഇത് ഡ്രൈ ചെയ്യുക എന്നിട്ട് മാറ്റി വെക്കുക പിന്നെ ഉണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന മസാലകൾ തന്നെ രണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോസ് നമ്മൾ ഒന്ന് ബ്ലാഞ്ച് ചെയ്ത് എടുത്ത് പ്യൂറി ചെയ്യുക ബ്ലാഞ്ച് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോ 6ൻ്റെ അകത്ത് ചെന്ന ബട്ടൂര ചെയ്തപ്പം കാണിച്ചു തന്നു പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അണിയൻ ഗാർലിക് ജിഞ്ചർ ഒരു പേസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ ഇതേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ബാക്കിയെല്ലാം നമ്മുടെ കിച്ചണിലുള്ള മസാലകൾ തന്നെയാണ് ഇതിനകത്ത് എണ്ണയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കടുകെണ്ണയാണ് വേണ്ടിയത് പക്ഷേ ഞാനിവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത് പക്ഷേ കടുക് ഞാൻ പൊട്ടിച്ച് ചതച്ച് ഒരു 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട് അപ്പോൾ അരച്ച കടുക ഞാനിവിടെ ഇടാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടാറ്റോസ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് ബോയിൽ ചെയ്ത് പൊട്ടാറ്റോസാണ് കുക്ക്ഡ പക്ഷെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ പാൻ ഹീറ്റ് ചെയ്തിട്ട് ഓയിൽ ഒഴിക്കുക നമ്മൾ ഒരു ടൈമിലേ ഓയിൽ ഒഴിക്കുന്നുള്ളൂ ആ ഓയിൽ എല്ലാത്തിനും യൂസ് ചെയ്യുക അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം അതുകൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ വറ്റൽ മുളക് ക്രഷ് ചെയ്ത് ചതച്ചെടുത്തത് ഇത് ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഓയിലും നോക്കിക്കോ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ സൈഡ്സൊക്കെ ഒന്ന് ബ്രൗൺ ആകാൻ വേണ്ടി പിന്നെ വേണ്ട ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയുണ്ട് ഓയിലേ ഇട്ടിട്ടുള്ളൂ നമ്മുടെ ഈ പൊട്ടാറ്റോ ബ്രൗണായി നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് മാറ്റാൻ പോവാം പൊട്ടാറ്റോ എല്ലാം നമ്മൾ വാരിയെടുത്തു ഇനിയും ഈ നല്ല ചൂട് എണ്ണയിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത കടുക് നമ്മുടെ കടുക് ഒന്ന് നമ്മൾ പൊട്ടിച്ചിട്ടുന്നുണ്ട് അതും വറ്റൽമുളകും കൊത്തി അരിഞ്ഞ് ചെറിയ ഉള്ളി ഇതൊരു 1/2 ഉള്ളിയാണ് എടുത്തേക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ പേസ്റ്റ് പോലെ ഇടുന്നത് ഓക്കെ സോ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയും നമ്മുടെ ജിഞ്ചർ ഗാർലിക് അണിയൻ പേസ്റ്റ് ഇടാം ഇതൊന്ന് മൂക്കട്ടെ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് അരയ്ക്കാം പക്ഷെ ഞാനിവിടെ സെപ്പറേറ്റായിട്ട് ഒരു 5-6 പച്ചമുളക് അരിഞ്ഞ് സ്ലിറ്റ് ചെയ്ത് പോളായിട്ട് ഇട്ടേക്കുന്നത് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം 7 to 10 മിനിറ്റ്സ് കഴിഞ്ഞു ആ റോ പച്ച സ്മെല്ല് മാറുന്ന വരെയും ഇതൊന്ന് മൂപ്പിക്കാനായിട്ട് വെച്ചേക്കണം ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നൊന്നായിട്ട് ഇതിൻ്റെ മസാലകൾ ഇട്ട് കൊടുക്കുക ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ജാതിപത്രി അല്ലെങ്കിൽ നട്ട്മെഗും ചെറിയ ജീരകവും കൂടെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു 1/2 ടീസ്പൂൺ ഇതിൻ്റെ കൂടെ കസൂരി മേത്തിയും ഒരു 1.5 ടേബിൾ സ്പൂൺ ഈ മസാല ഒന്ന് മൂപ്പിച്ച് എടുക്കാം ഒരു ഇച്ചിരി മഞ്ഞളും കൂടെ ഇടാം ഇപ്പം മസാല ഇവിടെ മൂത്തിട്ടുണ്ട് ആ റോ സ്മെല്ല് മാറുന്ന സ്റ്റേജ് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തക്കാളി ബ്ലാഞ്ച് ചെയ്ത് പ്യൂറേ ചെയ്ത് തക്കാളിയാണ് ഇടാൻ പോകുന്നത് ഞാനിവിടെ എടുത്തേക്കുന്ന 4 ടൊമാറ്റോസ് ഇതൊരു തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടിയത് അതൊരു ഇതുവരെ വെള്ളമൊന്നും ഇട്ടില്ല നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഈ ടൊമാറ്റോ പ്യൂറേ ഒന്ന് തിളച്ച് വരണം ഇപ്പം നമുക്കിച്ചിരി ഉപ്പും ഇടാം ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സ്റ്റേജിൽ ചൂട് വെള്ളം ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം എനിക്കൊരു തിക്ക് ഗ്രേവിയാണ് വേണ്ടിയത് അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം യൂസ് ചെയ്യുന്നില്ല ഒരു ഇച്ചിരി എന്നിട്ട് മിക്സ് ചെയ്യുക ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ഈ ഗ്രേവിയിലോട്ടിടുക
ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിതൊന്ന് ഒരു 10 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കും. നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ ആ ഗ്രേവി പൊട്ടറ്റോയും കൂടെ കുക്ക് ചെയ്യാനായിട്ട് വെച്ച് എന്താ ഇതിൻ്റെ അകത്ത് നല്ല കോട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട് പൊട്ടറ്റോസ് ഗ്രേവിക്കകത്ത്. ഇതൊരു ലൂസായിട്ടുണ്ട്, ഒരു ഗ്രേവി അല്ല, കുറച്ച് തിക്കായിട്ട് വേണം. നല്ലതായിട്ട് ഇത് പെരട്ടി ഈ പൊട്ടറ്റോയ്ക്കകത്ത് പെരണ്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇനി സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞു. കടുകെന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറിനും ഹാർട്ടിനും ഒക്കെ വളരെ നല്ലതായിട്ട് ഉണ്ട് ഒരു ഇൻഗ്രീഡിയൻറ്റാണ്. ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവുക. എന്നിട്ട് ഒരു ഹെവി ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരും ഇടാം, പക്ഷെ ഞാനിവിടെ ഇട്ടേക്കുന്ന ഹെവി ക്രീം, ഒരു 2 ടേബിൾ സ്പൂൺസ് ഹെവി ക്രീമും അതിൻ്റെ പുറത്ത് ഇച്ചിരി മല്ലിയില. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ടേസ്റ്റി പൊട്ടാറ്റോ ഇൻ ഗ്രേവി. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ധാബ സ്റ്റൈൽ പൊട്ടാറ്റോ ഇൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് സിമ്പിളും നല്ല അപ്പീലിങ്, കാണാൻ നല്ല രസമുണ്ട്. ഇത് ഞാൻ ഗ്രേവി തിക്കായിട്ടുണ്ട്, ഗ്രേവി ഒരുപാട് അങ്ങ് ചാറായാലൊന്നും പോലെ ഇതെന്താ കോട്ട് ചെയ്തിരിക്കണം. പിന്നെ ബാക്കി സ്റ്റെപ്സ് എല്ലാം വളരെ സിമ്പിളായിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, ഇൻഗ്രീഡിയൻസും വെച്ചുകൊണ്ടായി ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ കടുകിൻ്റെ മണം. നമ്മൾ കടുക് ക്രഷ് ചെയ്താണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മണം നല്ലതായിട്ട് നമുക്കത് സ്മെല്ല് ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. സോ ഡു ട്രൈ. ഇത് ചപ്പാത്തിയോ അല്ലെങ്കിൽ റോട്ടി, നാൻ അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസ് ഇതുമായിട്ടൊക്കെ ഇത് നല്ലതായിട്ട് ചേർന്ന് പോകുന്ന ഒരു കോമ്പിനേഷന്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. കമൻസും ഫീഡ്ബാക്കും പറയുകയും ചെയ്യണം. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുക. ഡു കീപ്പ് ഓൺ സപ്പോർട്ടിങ് ഇൻസ്പയർ ആൻഡ് ലീഡ്. ആൻഡ് നെക്സ്റ്റ് ടൈം ഞാൻ വീണ്ടും വരും വിത്ത് അനദർ വീഡിയോ. അൻടിൽ ദെൻ ടേക്ക് കെയർ.